ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ബിജെപി ഏറ്റെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതിനെതിരെ ഒരു വിഭാഗം ജെഡിയു പ്രവർത്തകർ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, വലിയ പ്രതിഷേധമാണ്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. 2 പതിറ്റാണ്ടായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, രാജ്യസഭയിലും എത്തണം എന്നുള്ളത് തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് വെറും വാക്കാണെന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ ഇരുന്ന് അത് നോക്കുന്നവർക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ പാർട്ടി പ്രവർത്തകരുടെ കാര്യം പറയാനുണ്ടോ? സ്മിത, ബീഹാറിൽ 2 പതിറ്റാണ്ടിലേറെ മുഖ്യമന്ത്രിയായി ഇരുന്ന 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നിതീഷ് കുമാർ പദവി ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യപടിയായി അദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നാടകീയമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. അതുകൂടാതെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും എത്തി. പാർട്ടി ഓഫീസിന്റെ ഒരു ഭാഗം പ്രവർത്തകർ തന്നെ തല്ലിത്തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കുന്നതിലുള്ള ജെഡിയു പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഉണ്ടായത്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അതിലും വലിയ ചില ലക്ഷ്യങ്ങൾ കൂടി ഡൽഹിയിലേക്ക് കളം മാറുമ്പോൾ ഉണ്ട് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതായി ചില സൂചനകളുണ്ട്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പദവി അല്ലെങ്കിൽ താൻ വഹിച്ചിരുന്ന പദവിക്ക് താഴെ ഒരു പദവിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നയാളല്ല. പ്രധാനമന്ത്രി പദം പോലും സ്വപ്നം കണ്ടിരുന്ന ഒരു നേതാവാണ്. എന്തായാലും അദ്ദേഹം പദവി ഒഴിയുമ്പോൾ അത് ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം എഴുത്തുകൂടി ആവുകയാണ്. ബിജെപി ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയാണ്. സാമ്രാജ് ചൗധരിയുടെ പേര് തന്നെയാണ് നിലവിൽ ആദ്യ പരിഗണനയിലുള്ളത്. എന്നാൽ മറ്റു ചില പേരുകൾ കൂടി, നിത്യാനന്ദ റായ്, കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായുടെയും ഇതോടൊപ്പം തന്നെ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട്. ഇക്കാര്യങ്ങൾ നിതീഷ് കുമാറും അമിത്ഷയും ബിജെപി അധ്യക്ഷൻ നിതിൻ നബീനും കൂടി ചേർന്ന് ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ജെഡിയു ഒഴിയുമ്പോൾ പകരമായി പുതിയ സർക്കാരിൽ ജെഡിയുവിന് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ നൽകാനാണ് ധാരണ. അതിൽ ഒന്ന് നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിനായിരിക്കും നൽകുക. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ ഒരു യുഗം അല്ലെങ്കിൽ ഒരു യുഗം മാറ്റത്തിന് കൂടിയാണ് ഇത് കളമൊരുങ്ങുന്നത്. എന്തായാലും നിതീഷ് കുമാർ ഈ മാസം 16-നായിരിക്കും രാജിവെക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.